ഇടുക്കി ജില്ലയിൽ കാലവർഷം കനത്ത നാശം വിതയ്ക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉപ്പുതറ ചപ്പാത്തിലാണ്. ചപ്പാത്ത് പാലത്തിനോടടുത്ത് തന്നെ പെരിയാർ കരകവിയുന്ന സാഹചര്യമാണ്. നിരവധി വീടുകളിലും കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഒരുപക്ഷെ 2018 പ്രളയത്തിന് ശേഷം ആദ്യമായാണ് പെരിയാർ ഇത്രയധികം കരകവിയുന്ന ഒരു സാഹചര്യമുള്ളത്. ക്ഷേത്രം ഉൾപ്പെടെ അതുപോലെ തന്നെ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മിക്കയിടങ്ങളിലും വെള്ളം കയറിയ സാഹചര്യമാണ്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഈ വാർഡിന്റെ പ്രതിനിധി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇന്നലെ രാത്രിയിലെ ഉരുളുപൊട്ടൽ കൊണ്ടാണ് ഇത്രയധികം വെള്ളം ഉണ്ടായത്. പാലത്തെ മുട്ടമിട്ട് വെള്ളമായിരുന്നു. രാവിലെ കുറച്ച് വെള്ളം ഇപ്പം താന്നിട്ടുണ്ട്. എങ്കിലും ഈ ആറ്റുതീരത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊരു വളരെ ഭീഷണിയിലാണ്. അവരുടെ പലരുടെയും വീടിൻ്റെ അകത്ത് വെള്ളം, മുട്ടറ്റം വെള്ളത്തിലൊക്കെയാണ് ഈ ചപ്പാത്തിലുള്ളവരുടെ വീടുകളിലേക്ക് നടന്ന് നീങ്ങി പോയതിപ്പോൾ. മഴ കനത്താൽ അല്ല ഇനി ഇതുപോലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ നമുക്ക് ക്യാമ്പിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും എന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ജാൻസി ചെറിയാനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. ഉപ്പുതറ ചപ്പാത്ത ഉൾപ്പെടെ വിവിധ മേഖലകളിൽ വാഹന ഗതാഗതവും ഏതാണ്ട് സ്തംഭിച്ച ഒരു സാഹചര്യമാണ്. ഇടുക്കി ജില്ലയിൽ നിന്നും കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലേക്ക് പോകുന്നതിനുള്ള എല്ലാ യാത്രാമാർഗങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എറണാകുളം മേഖലയിലേക്കും ഗതാഗത തടസ്സം നിലനിൽക്കുകയാണ്. വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി, ആളപായവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചപ്പാത്തിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്.